ഒറ്റപ്പാലം കണ്ണിയമ്പുറം തെരുവിൽ ജാഗ്രതാ സമിതി രൂപീകരിച്ചു. വർദ്ധിച്ചുവരുന്ന മോഷണങ്ങൾക്കും ലഹരി മാഫിയയുടെ വിളയാട്ടങ്ങൾക്കും തടയിടാനാണ് ജാഗ്രതാ സമിതി രൂപീകരിച്ചത്. കണ്ണിയമ്പുറം തെരുവ് വാർഡിൽ വർദ്ധിച്ചുവരുന്ന മോഷണ സംഭവങ്ങൾക്കും ലഹരി മാഫിയയ്ക്ക് തടയിടുവാനും വേണ്ടിയാണ് ജാഗ്രതാ സമിതി രൂപീകരിച്ചത്. വാർഡ് കൗൺസിലർ സുജിത, ഡോക്ടർ അപർണ, ശശിധരൻ, പ്രകാശൻ, ഒറ്റപ്പാലം SI സുഭാഷ്, സിവിൽ പോലീസ് ഓഫീസർ കിരൺ എന്നിവരുടെ നേതൃത്വത്തിലാണ് ജാഗ്രതാ സമിതി രൂപീകരണം നടന്നത്. പോലീസ് പെട്രോളിംഗ് ശക്തമാക്കണമെന്നും CCTV ക്യാമറകൾ സ്ഥാപിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും യോഗത്തിൽ ആവശ്യമുയർന്നു. ഒറ്റപ്പാലം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരുടെ ലഭ്യതയ്ക്കനുസരിച്ചുള്ള പെട്രോളിംഗ് വർദ്ധിപ്പിക്കുമെന്നും പോലീസിനോട് പൊതുജനങ്ങൾ സഹകരിക്കണമെന്നും ഒറ്റപ്പാലം SI സുഭാഷ് പറഞ്ഞു. അത് ഈ പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിലെ കുട്ടികളാണെങ്കിൽ ശരി, പിന്നെ നമുക്ക് പണിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടും പ്രയാസങ്ങളുള്ളതുകൊണ്ട് നമ്മളൊക്കെ മിക്കവാറും ആശ്രയിക്കുന്നത് അന്യസംസ്ഥാനത്തിനുള്ള തൊഴിലാളികളൊക്കെയാണ്. ഇവരൊരു സ്ക്രൂട്ടിനൈസ് ചെയ്തിട്ടൊന്നുമല്ല ഇവിടെ നാട്ടിലേക്ക് വരുന്നത്. അത് നമ്മുടെ സഹോദരൻ പറഞ്ഞ പോലീസിൻ്റെ പട്രോളിംഗ് ശക്തമാക്കണമെന്നാണ്. പോലീസിൻ്റെ പട്രോളിംഗ് പറഞ്ഞാൽ നൈറ്റ് നമ്മുടെ ഒരു ടീമാണ് ഉണ്ടാവുക. നൈറ്റ് പട്രോളിംഗ് അവർ ഈ പറഞ്ഞ പോലെ ഒറ്റപ്പാലം എന്ന് പറയുന്നത് ഏകദേശം 4 പഞ്ചായത്ത് ഒരു മുനിസിപ്പാലിറ്റി കിടക്കുന്ന വലിയൊരു ബൃഹത്തായിട്ടൊരു സ്ഥലമാണ്. ഞാനിപ്പോൾ ഒരു വെള്ളിയാട് എന്നൊരു സ്ഥലത്ത് മരണം നടന്നത് അങ്ങോട്ട് പോയതാണ്. ഒരു പയ്യൻ നമ്മൾ കിണറ്റിൽ നിന്ന് എത്ര ദൂരം സഞ്ചരിച്ചാലാണ് ഈ സ്ഥലത്തേക്ക് എത്തുന്നത്. അപ്പം അങ്ങനെയാണ് ഇപ്പോൾ നമ്മുടെ സ്റ്റേഷൻ പരിധികളിലെ അവസ്ഥ. വരും ദിനങ്ങളിൽ പകലെന്നോ രാത്രിയെന്നോ വ്യത്യാസമില്ലാതെ പോലീസ് പരിശോധന സജീവമാക്കുമെന്നും SI വ്യക്തമാക്കി. സംശയാസ്പദമായ സാഹചര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ പോലീസുമായി ബന്ധപ്പെടണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എല്ലാവരുടെയും സഹകരണത്തോടെ ഈ പറഞ്ഞവരുടെ സാമ്പത്തിക സഹായം വേണമെങ്കിൽ നമ്മളെ പറ്റുന്ന അതും ചെയ്ത് ഇത് ഇങ്ങനെ അറ്റം മുതൽ പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധിപ്പിക്കുന്ന അങ്ങനെ എല്ലാവരും സംവിധാനങ്ങളും ഉണ്ട്. AI കാലമാണ്. അപ്പം നമ്മൾ ഈ CCTV വെച്ച് കഴിഞ്ഞാൽ അതിന് വേണ്ട എല്ലാ സഹായങ്ങളും നമ്മുടെ ഭാഗത്തുനിന്നുണ്ട്. പിന്നെ അത് നശിപ്പിക്കുന്നുണ്ടോ ഇല്ലെന്നുള്ളത് ഒക്കെ നമ്മൾ നോക്കണം. അത് നമ്മുടെ ഈ പ്രദേശത്തുള്ള ആൾക്കാരെ നമ്മുടെ കടമയാണ്. കുട്ടികളെ പറഞ്ഞു മയക്കുമരുന്നും അതുപോലെയുള്ള വളരെ വ്യാപകമാണ്. ഇവിടെ ഈ സംഭവം നടക്കുന്നതിന് അന്ന് രാത്രി ഒരു 2:30 എൻ്റെ വീട് ഞാൻ കിടക്കുന്നത് എൻ്റെ അവിടെ ഇതുപോലെ റോഡിട്ട് ഞാൻ അന്നേരം ലൈറ്റ് ഇട്ട് നോക്കി. പക്ഷേ നമുക്കൊന്നും അറിയാൻ പറ്റുന്നില്ല. എന്തെന്നാണ് എങ്ങനെയാണെന്ന് പറഞ്ഞ് പുറത്തിറങ്ങാനും